ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ, 10ാം ക്ലാസ്സിൻ്റെ ടെൻഷനൊക്കെ കഴിഞ്ഞ് 11ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുക. നമ്മുടെ സ്കൂളിലും അതുപോലെ തന്നെ നമ്മുടെ സൺഡേ സ്കൂളിലും. അപ്പോൾ നമ്മൾ ഇനിയുള്ള 2 വർഷം വളരെ ഉത്തരവാദിത്തമുള്ള വളരെ പ്രധാനപ്പെട്ട 2 വർഷങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ പുതിയ ഒരു കോഴ്സിലേക്ക് വേണമെങ്കിൽ പ്രവേശിച്ചിരിക്കുന്നു പറയാം. 10ാം ക്ലാസ് വരെ കഴിഞ്ഞു. ഇനി 11ഉം 12ഉം ഇതാണ് നമ്മുടെ 11ാം ക്ലാസ്സിലെ പുസ്തകം. നിങ്ങളിനി അടുത്ത വർഷം 12ലെ പുസ്തകമുണ്ട്. നമ്മുടെ പുസ്തകത്തിൻ്റെ പേര് തന്നെ ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും വോളിയം 1 എന്ന്. ഇതിൻ്റെ വോളിയം 2 നമ്മൾ അടുത്ത വർഷം പഠിക്കും, 12ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ അങ്ങനെ സൺഡേ സ്കൂളിലെ ചേട്ടന്മാരും ചേച്ചിമാരുമായിട്ട് സൂപ്പർ സീനിയേഴ്സായിട്ട് മാറിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മൾ ഒരു പുതിയ വർഷം തുടങ്ങുന്നു. ഞാൻ പറഞ്ഞതുപോലെ 11ഉം 12ഉം എന്ന് പറയുന്ന പുതിയൊരു കോഴ്സ് തുടങ്ങുന്നു. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ പുതിയ ഒരു ക്ലാസ്, പുതിയ സ്കൂളുകളും പുതിയ സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണമേ. ഞങ്ങൾ ഈ വർഷം വിശ്വാസ പരിശീലനത്തിൽ അടുത്തറിയുവാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് മാറ്റണമേ. ഈശോയെ, അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അനുവദിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു 11ാം ക്ലാസ്സിലേക്കൊക്കെ നമ്മൾ പ്രവേശിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളോട് ഞാൻ ഒരാളെക്കുറിച്ച് ചോദിക്കുക, നിങ്ങൾക്ക് പുള്ളി അറിയാവോ എന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും നിങ്ങളോട് പുള്ളിയെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. ഇയാളുടെ പേര് വില്യം ആംബിയർ എന്നാണ്. വില്യം ആംബിയർ 10ാം ക്ലാസ് വരെ സയൻസൊക്കെ പഠിച്ചായിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഈ പേര് പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഈ കറണ്ടിൻ്റെ ഈ മെഷർമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ പല കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. എന്നാലും ഇത് സയൻസ് ക്ലാസ് അല്ല, പേടിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുമല്ലേ, സയൻസ് ക്ലാസ്സിലൊക്കെ ഇരുന്ന് ആകെ ഷോ പഠിച്ചിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കിന് വേദപാഠത്തിൻ്റെയൊക്കെ ചോദിക്കുന്നതാണ്. സംഭവത്തിലുള്ള വില്യം ആംബിയർ ഭയങ്കര ഒരു പുലിയായിരുന്നു. കാര്യം അങ്ങേര് ഫ്രഞ്ചുകാരനാണ്, അതുകൊണ്ടല്ല പുലിയായത്. പുള്ളി മാത്തമാറ്റീഷ്യനാണ്. ഒരു ഫിസിക്സിൽ വളരെ പ്രശസ്തനായ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തിയൊരു സയൻറ്റിസ്റ്റാണ്. ഈ ഈഫൽ ടവറിൽ ലോകപ്രശസ്തരായ 72 പേരുടെ പേരൊക്കെ ഒത്തി വെച്ചിട്ടുണ്ട്. അതിനകത്തൊന്ന പുള്ളി. ഞാൻ പറഞ്ഞ ആൾ ഭയങ്കര സംഭവം എന്ന് പറയാൻ വേണ്ടിയാണ്. ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മനുഷ്യനാണ്. ഇങ്ങനെയോട് ഒരിക്കലും ഒരു പത്രക്കാരൻ ചോദിച്ചു, ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, സാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കണ്ടുപിടുത്തം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ വില്യം ആംബിയർ ചോദിച്ചു, ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി കണ്ടുപിടുത്തമുള്ള ആളാണ്. അപ്പം ഈ പത്രപ്രവർത്തനം സ്വാഭാവികമായിട്ടും പ്രതീക്ഷ മറുപടി ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം ഈ ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിസം അങ്ങനെയുള്ള ആ ഒരു ഏരിയയിലൊക്കെ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ഉള്ള ആളാണ്. അപ്പം ഈ ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ കുറിച്ചൊക്കെ ഒത്തിരി പറയും. അല്ലെങ്കിൽ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ച് ഭയങ്കര കണ്ടുപിടുത്തം നടത്തി എന്നൊക്കെ പറയുമെന്നാണ് ഇങ്ങനെ വിചാരിച്ചത്, ഈ പത്രപ്രവർത്തനം വിചാരിച്ചത്. അങ്ങനെ പ്രതീക്ഷയില്ല ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ വില്യം ആംബിയർ വളരെ സിമ്പിളായിട്ടൊരു മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആംബിയർ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് നസ്രായനായ ഈശോയെ എൻ്റെ രക്ഷകനാണെന്ന് കണ്ടെത്തിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ഈശോ മിശിഹ എൻ്റെ രക്ഷകനാണെന്ന് കണ്ടെത്തിയതാണോ, അല്ലാതെ ഈ സയൻസിലെയോ അല്ലെങ്കിൽ ഫിസിക്സിലെയോ മാത്സിലെയോ വലിയ സംഭവങ്ങളൊന്നുമല്ല. ഈശോ എൻ്റെ രക്ഷകനായിട്ട് കണ്ടെത്തി, അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. പുള്ളി നമ്മളെക്കാൾ ആംബിയറുള്ള വലിയ പുള്ളിയാണ്. ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശോയെ രക്ഷകനായിട്ട് കണ്ടെത്താൻ പറ്റുമോ? നമ്മുടെ ഒന്നാമത്തെ പാഠം, നമ്മൾ ഈ പറഞ്ഞ നമ്മൾ 11ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ പാഠത്തിൻ്റെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് തന്നെ രക്ഷകനായ ഈശോ എന്ന. വില്യം ആംബിയറെ പോലെ ലോകപ്രശസ്തരായ ഒത്തിരി വ്യക്തികൾ, നല്ല അറിവും വിവരവും നല്ല സൗന്ദര്യവും കഴിവും നല്ല ബുദ്ധിയും ഒക്കെയുള്ള ഒത്തിരി ആൾക്കാർ, ഒത്തിരി പേര് അവരുടെ ജീവിതത്തിൽ ഈശോയെ രക്ഷകനായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അവരെക്കാളും ഒരു പണത്തൂക്കം പോലും താഴെയില്ലാത്ത അവരെ അതുക്കും മേലെ നിൽക്കുന്ന നിങ്ങൾക്ക് ഈശോയെ രക്ഷകനായിട്ട് ജീവിതത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ഇന്നത്തെ പാഠത്തിൽ ആ ഒരു ഇതിലേക്ക് പോകാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ രക്ഷകനായ ഈശോ, നമ്മുടെ ഈശോ മിശിഹ നമ്മുടെ ദൈവമാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ ഫേസ് ചെയ്യാറുണ്ട് അല്ലേ? രക്ഷകനായ ഈശോയോ, അതെന്തൊട്ട് സാധനം ഈ രക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അല്ലെ ഈശോ അങ്ങനെ ഒരാളുണ്ടോ? ഈശോ എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി നമ്മളെ കളിപ്പിക്കാൻ പറഞ്ഞ പരിപാടിയല്ലേ? അല്ലെങ്കിൽ ഈശോ ആരാ? ഇപ്പോൾ ഈശോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ ആരാന്ന് നമ്മളിങ്ങനെ ആലോചിച്ചിരുന്ന് അതിനകത്ത് കാര്യമില്ല. നമുക്ക് മറുപടി പറയണം അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈശോ ആരാണ്, ഈശോ മിശിഹ ആരാണ്. നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങളാണ്, നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക അല്ലേ? ഒന്നും കൂടെ നമുക്ക് അതിനെ ഒന്ന് അടുത്തറിയാം. അപ്പോൾ ഈശോ ആരാണ്, രക്ഷകനായ ഈശോ അല്ലെ ഈശോ ആരാണെന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ മറുപടി നമുക്കൊക്കെ പറയാൻ പറ്റുന്ന മറുപടിയുണ്ട്. ഒരു സംശയം വേണ്ട, ഈശോ ദൈവപുത്രനാണ് ഈശോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം അല്ലേ, നിങ്ങൾക്കറിയാം ഈശോ ദൈവപുത്രനാണ്. നമ്മൾ ആരോടെങ്കിലും പറയുക ഈശോ ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം പറഞ്ഞോ ഈശോ ദൈവപുത്രനാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ദൈവം പറഞ്ഞു ഈശോ ദൈവപുത്രനാണെന്ന്. ഈ ദൈവം പറയുന്നൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ഏതാ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഈ ദൈവം പറയുന്ന ഒരു സാഹചര്യം ഏതാണെന്ന് അറിയാൻ പറ്റുമോ? ഓർക്കുന്നുണ്ടോ? നമ്മുടെ മാമോദീസ, ഒരു ഈശോയുടെ മാമോദീസ ഓർക്കുന്നുണ്ടോ? ജോർദാൻ നദിയിൽ ഈശോ മാമോദീസ മുങ്ങുന്നു,
ഈശോയെ മാമോസ മുങ്ങി ഈശോ വരുമ്പോഴത്തേക്കിനും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം അല്ലെ, ഭയങ്കര DTS എഫക്റ്റ് ഒരു സൗണ്ട് ഇങ്ങോട്ട് വരുന്നു. ആ സൗണ്ട് എന്താ? ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതാര് പറഞ്ഞതാ? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും മുകളിൽ നിന്ന് ദൈവം പറഞ്ഞു. അത്രയും സാക്ഷി നമുക്ക് വേറെ ആവശ്യമില്ലല്ലോ അല്ലേ? ദൈവം പറഞ്ഞ അത്രയും എന്താ പറയുക, ഒരു സർട്ടിഫിക്കറ്റ് വേറെ തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഈശോ മിശിഹ ദൈവപുത്രനാണ്, നമ്മുടെ ദൈവം ഈശോ മിശിഹ ദൈവപുത്രൻ തന്നെയാണ്. അത് പറഞ്ഞത് മറ്റാരുമല്ല, ദൈവം തമ്പുരാൻ തന്നെ നമുക്ക് സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. ഇതുപോലെ തന്നെ വേറെ ഒരു ഭാഗമുണ്ട്. നമുക്ക് ഈ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വരുമ്പോഴത്തേക്കിനും ഈ ഒരു ആശയം നമ്മൾ കൂടുതൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയാൻ വേണ്ടി നമുക്ക് മറ്റൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഈശോ മിശിഹ തന്നെ ശിഷ്യന്മാരെയൊക്കെ അടുത്തിരുത്തി അല്ലേ, പത്രോസിനെയും തോമാസ് സ്ലീഹായും എല്ലാം, യോഹന്നാൻ സ്ലീഹായും എല്ലാവരും വട്ടത്തിരുത്തിയിട്ട് ചോദിക്കുന്നുണ്ട്. അല്ലേ, ഈ കേസ്റ്റാ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ചോദിക്കുന്നുണ്ട്, ഈ ഞാൻ ആരാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത്, ഈ ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാമോ എന്നുള്ള ആ ഒരു ചോദ്യം. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഏലിയ എന്ന് പറയുന്നു, യെരമിയ എന്ന് പറയുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു. പല പലയിടത്തുനിന്ന് കിട്ടുന്ന ന്യൂസ് എല്ലാം കൂടെ ഇങ്ങനെ വിളമ്പുക. അപ്പോൾ ആ സമയത്ത് ഈശോ മിശിഹ ഇവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ നമ്മുടെ പത്രോസ്ലിഹ ഒരു മാസ് സെൻറ്റർ നടത്തിയിട്ടല്ലേ, പത്രോസ്ലിഹ പറയുന്ന മറുപടി എന്താണ്? പത്രോസ്ലിഹ പറയുന്നത് എന്താ? നമുക്ക് നോക്കേണ്ടത് മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ മനോഹരമായിട്ട് ഈ ഒരു ഭാഗം വിവരിക്കുന്നുണ്ട്. പത്രോസ്ലിഹ പറയുന്നത് ഇങ്ങനെയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഈശോ മിശിഹ ഉടനെ പത്രോസ്ലിഹയോട് ഇങ്ങനെയാണ് പറയുന്നത്, പോ പത്രോസ്, ആരോടും പറയാതിരിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ ചുമ്മാ തമാശല്ലേ, ഇത് അങ്ങനൊന്നും അല്ല എന്നൊന്നുമല്ല പറയുന്നത്. ഈശോ വലിയ ഒരു അനുഗ്രഹം പത്രോസ്ലിഹയ്ക്ക് കൊടുക്കുക, അല്ലെ, പത്രോസ്ലിഹയോട് പറയുകയാണ്, നീ ഈ പറഞ്ഞത് മാംസരക്തങ്ങളാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയില്ല, പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ടാണ് നീ ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട്, നമ്മളൊക്കെ ഇനി സ്കൂളിലും പല സാഹചര്യങ്ങളൊക്കെ ചെല്ലുമ്പോഴത്തേക്കിനും ഈശോ ദൈവപുത്രനല്ല, ഈശോ എന്നൊരാൾ ഇല്ലെന്ന് വരെ ചില ആൾക്കാർ ഒന്ന് പറഞ്ഞേക്കാം, അത് വിട്ട് കളഞ്ഞേക്കാം, നമുക്കതിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഈശോ ദൈവപുത്രനാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ കൃപ. പത്രോസ്ലിഹ പറഞ്ഞ പോലെ, പത്രോസ്ലിഹായിൽ പരിശുദ്ധ റുഹാകുദശ തമ്പുരാൻ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് പറയാൻ സാധിച്ച പോലെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം. അപ്പോൾ ഈശോ ആരാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഒന്നാമത് ഉത്തരം ഞാൻ പറഞ്ഞു, ഈശോ ദൈവപുത്രനാണ്. പക്ഷേ ഇങ്ങനെ പറയാൻ, ഇങ്ങനെ പൂർണ്ണമായ ബോധ്യത്തോടെ പറയുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഒരു കൃപ വേണം. എവിടെ നിന്ന്? ദൈവത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. ഇനി വീണ്ടും ഉണ്ട്, നമുക്ക് ഈശോ ദൈവപുത്രനാണെന്ന് വീണ്ടും നമുക്ക് വേറെ പല കോണ്ടെക്സ്റ്റിൽ ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട്. ഈശോ സ്വർഗ്ഗസ്വനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കിനും സ്വർഗ്ഗസ്വനായ പിതാവേ, സ്വർഗ്ഗസ്വനായ അപ്പ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ സ്വർഗ്ഗത്തിലിരിക്കുന്ന ദൈവമേ എന്നൊന്നും പറഞ്ഞൊന്നുമല്ല. കാരണം സ്വന്തം അപ്പനെ അപ്പാന്ന് തന്നെ സ്വാതന്ത്ര്യത്തോടെ വിളിക്കുന്ന ദൈവപുത്രൻ, ദൈവം തന്നെയായ മിശിഹാ തമ്പുരാൻ. ഇതിനപ്പുറം വേറെ എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്? ഈശോ അവസാനം കുരിശിൽ കടന്ന് ജീവൻ പിടയുമ്പോഴും പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങേ കൈകളിൽ സമർപ്പിക്കുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഈശോ ദൈവപുത്രനാണെന്ന് വിശുദ്ധ ഗ്രന്ഥം മനോഹരമായിട്ട് വരച്ചു കാട്ടുമ്പോൾ ഈശോ ആരാണെന്ന് വിവരമില്ലാത്തവരോ വിവരമുള്ളവരായ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഉത്തരം ഈശോ ദൈവപുത്രനാണ്. അതിനുള്ള ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്കിനി ഈ പറഞ്ഞ ഈശോ മിശിഹായെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാമത് ഒരു ഈശോയെക്കുറിച്ച്, ഈശോ ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദൈവപുത്രനായ ഈശോ ലോകരക്ഷകനാണെന്ന് പറയാം. ഈശോ ലോകരക്ഷകനാണ്, യാതൊരു സംശയമില്ല. അഭിമാനത്തോടെ ധൈര്യത്തോടെ നമുക്ക് ലോകത്തോട് പറയാൻ പറ്റും, എൻ്റെ ഈശോ, എൻ്റെ ദൈവം ലോകരക്ഷകനാണ്. അപ്പോൾ അടുത്ത പ്രശ്നം വരുന്നത്, എന്താ ഈ രക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അല്ല, രക്ഷപ്പെട്ടു, നമ്മൾ പലരും പറഞ്ഞു രക്ഷിക്കപ്പെട്ട സമൂഹം, അല്ല നിങ്ങൾ രക്ഷ പ്രാപിക്കും. ഈ രക്ഷ എന്നുള്ള വാക്ക് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പം എന്താണ് രക്ഷ? രക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്ര വിമോചനം. ഈശോ മിശിഹായുടെ രക്ഷയെന്ന് പറയുന്നത് സമഗ്ര വിമോചനമാണ്. അപ്പോൾ എന്തിൽ നിന്നുള്ള മോചനമാണ്? എന്തിൻ്റെയെങ്കിലും അടിമത്തത്തിലാണെങ്കിലോ നമ്മൾ ഈ പറഞ്ഞ പോലെ രക്ഷയുടെ ആവശ്യമുള്ളൂ. നമ്മൾ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാലല്ലോ നമുക്ക് രക്ഷപ്പെടേണ്ടത്. എവിടെ നിന്നുള്ള രക്ഷയാണ്? ഒരു സംശയം വേണ്ട, പാപത്തിൽ നിന്നുള്ള രക്ഷയാണ്. അപ്പോൾ നമ്മളൊക്കെ തന്നെ അല്ല, നമ്മളൊക്കെ എത്ര വിശുദ്ധരാണെങ്കിലും നമ്മളൊക്കെ ജീവിതത്തിലെ എത്ര കൃത്യമായിട്ട് ജീവിച്ചു കഴിഞ്ഞാലും നമ്മളൊക്കെ തന്നെ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന പാപത്തിൻ്റെ അടിമത്തത്തിലുള്ള ആൾക്കാരാണ്. ഈ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ സ്വന്തം പുത്രനെ തന്നെ ഭൂമിയിലേക്ക് വിട്ടത്. അപ്പോൾ ഈ വിട്ടപ്പോഴത്തേക്കും ദൈവം തമ്പുരാൻ ഇങ്ങനെ ഭൂമിയിലേക്ക് നോക്കിയിട്ടാ ഇന്ന പോലെ ഇസ്രായേൽ, ഇന്ത്യ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേരളം, മധ്യപ്രദേശ് എന്ന സ്ഥലങ്ങളൊന്നും സെലക്ട് ചെയ്ത് ഇന്ന ഏരിയയിലെ ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് വിട്ടത്. ഈശോ ഈ ഭൂമിയിലേക്ക് വിട്ടത് ലോകം മുഴുവൻ രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്, ലോകത്തിന് മുഴുവൻ രക്ഷകനാകാൻ വേണ്ടിയാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ ഈശോ ലോകരക്ഷകനാണ്. നമുക്കറിയാമല്ലോ, ഈ ക്രിസ്മസിൻ്റെയൊക്കെ സമയത്തല്ലേ, നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്ത് നമുക്ക് മറ്റു പല ആഘോഷങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ബൈബിളൊക്കെ ഒന്ന് വായിച്ച് നോക്കണേ, ക്രിസ്മസിനെക്കുറിച്ച് ബൈബിളിലുള്ള കോണ്ടെക്സ്റ്റുകളൊക്കെ. ക്രിസ്മസിൻ്റെ സമയത്ത് ഈ മാലാഹമാർ വന്നിട്ട് ആട്ടിടയന്മാരോടൊക്കെ പറയുന്നത് എന്താ? ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ഒരാൾ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നതിനെക്കുറിച്ച് പറയുന്നത് ലോകം മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പം ഈ രക്ഷയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദാനം ലോകം മുഴുവൻ നൽകാൻ വേണ്ടിയാണ് ഈശോ മിശിഹ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ രക്ഷ ദൈവിക ദാനമാണെന്നുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ ഈ രക്ഷ പാപത്തിൽ നിന്നുള്ള മോചനമാണ് രക്ഷ. അത് നൽകാൻ വേണ്ടിയാണ് ഈശോ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് രക്തം ചിന്തി
ഈ നമുക്ക് വേണ്ടി മുഴുവൻ ബലിയായി തീർന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം, ആ സത്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കൃപ വേണം, റുഹകുദശതമ്പുരാൻ്റെ ഒരു ഔദാര്യം വേണം, കൃപ വേണം. അപ്പം ഈ രക്ഷയെന്ന് പറയുന്നത് ഒരു ദൈവിക ദാനമാണ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിമോചനം എന്ന് പറയുന്ന, രക്ഷയെന്ന് പറയുന്ന വിമോചനമാണ്, പാപത്തിൽ നിന്നുള്ള മോചനമാണ്. ഈ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടി നമുക്ക്, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഈ ലോകത്ത് നൽകുന്ന വലിയ അവസരങ്ങൾ, അത് മനസ്സിലാക്കി നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായ രക്ഷ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. പാപമോചനം സാധ്യമാകുന്നിടത്ത് മാത്രമേ രക്ഷയുടെ അനുഭവം ഉണ്ടാകത്തുള്ളൂ. പാപമോചനം സാധ്യമാകുന്നിടത്ത് മാത്രമേ രക്ഷയുടെ അനുഭവം ഉണ്ടാകത്തുള്ളൂ. രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പാപം മോചിക്കണം. അപ്പം അടുത്ത ചോദ്യം വരുന്നു, ആരെയും പാപം മോചിക്കുന്നത്? അതല്ലേ ആദ്യമേ പറഞ്ഞത്, പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. നമ്മൾ ഈശോയുടെ ജനനത്തിന് തൊട്ട് മുമ്പ് സ്നാപയോഹന്നാൻ്റെ ജനനമുണ്ട്. സ്നാപയോഹന്നാൻ്റെ ജനനം കഴിയുമ്പോഴത്തേക്കിനും സക്രിയ ദീർഘദർശിയുടെ വലിയ ഒരു പ്രകീർത്തനമുണ്ട് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ, സുവിശേഷത്തിൽ. അവിടെ പറയുന്നുണ്ട്, അവിടെ തൊട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഈശോ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് പാപങ്ങളിൽ നിന്ന് മോചനം നൽകാൻ വേണ്ടി, ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിന്നും മോചനം നൽകാൻ വേണ്ടി ഈശോ ഭൂമിയിലേക്ക് വന്നു എന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സക്രിയ ദീർഘദർശി പറഞ്ഞു വെക്കുന്നുണ്ട്. വീണ്ടും മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും ബൈബിളിലേക്ക് നിങ്ങൾ വരിക, ഈശോ ഇപ്പോൾ തളർവാദ രോഗിയുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുമ്പോഴത്തേക്കിനും ഈശോ പറയുന്നത് നിൻ്റെ രോഗം സുഖപ്പെട്ടു എന്നല്ല പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? നിൻ്റെ പാപങ്ങൾ മോചിച്ചു വിട്ടുകൊള്ളാനാണ് പറയുന്നത്. അപ്പോൾ എന്താ, പാപം മോചിച്ച് കഴിയുമ്പോഴത്തേക്കിനും അവൻ രക്ഷയിലേക്ക്, അവൻ പുതിയൊരു ജീവിതത്തിലേക്ക് വരിക. അപ്പം ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥം വളരെ മനോഹരമായിട്ട് കാഴ്ചവെക്കുന്നു. പാപങ്ങളിൽ നിന്നുള്ള മോചനം നൽകി, പാപത്തിൽ നിന്ന് മോചനം നൽകിക്കൊണ്ട് ഈശോ ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പം നമ്മളിന്ന് അധികം കാര്യങ്ങളൊന്നും പഠിച്ചില്ല. നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു. 2 കാര്യങ്ങളെ, ഒന്ന് ഈശോ ആരാണ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഈശോയെ കണ്ടെത്തിയ, ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ കുറേയധികം ഉദാഹരണങ്ങൾ. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, വില്യം ആംബിയറിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ലോകം മുഴുവൻ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇനി ഇങ്ങനെയുള്ള ഈശോ എനിക്കാരാണ്, അല്ലെങ്കിൽ ഈ ഈശോ ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരങ്ങളിലേക്കാണ് നമ്മൾ വന്നത്. നമ്മുടെ ആദ്യത്തെ പാഠത്തിൽ നമ്മൾ 2 കാര്യങ്ങൾ കണ്ടു. ഒന്ന്, ഈശോ ദൈവപുത്രനാണ്, പിതാവായ ദൈവം തന്നെ പറയുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത്തേത്, ഈശോ ലോകരക്ഷകനാണ്. മുമ്പേ പറഞ്ഞല്ലോ, സ്പെസിഫിക്കായിട്ട് ഇന്ന ഏരിയ സെലക്ട് ചെയ്ത് അവിടെ മാത്രം രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല ഈശോ വന്നത്, ലോകം മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി. അതെങ്ങനെയാണ് ഈ മോചനം ലോകം മുഴുവൻ രക്ഷിക്കപ്പെടുന്നത്? പാപമോചനത്തിലൂടെ. സമഗ്ര വിമോചകനായ ദൈവം നമ്മുടെ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പം അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും, ഈശോ ലോക രക്ഷകനാണ്, ഈശോ ദൈവപുത്രനാണ്, നമ്മുടെ ദൈവം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഒരു ചെറിയൊരു അസൈൻമെൻറ്റ്, ഇങ്ങ് എഴുതൊന്നും വേണ്ട, എൻ്റെ പൊന്നു സാറ് അസൈൻമെൻറ്റ് എന്തൊന്നും ദ്രോഹിക്കല്ലേ, എഴുതാൻ മേല, പറയാൻ മേല, ഒന്നും വേണ്ട. അടുത്ത ദിവസം നമ്മൾ ക്ലാസ്സിന് കാണുമ്പോഴത്തേക്കിനും, നമ്മൾ ഇതുപോലെ നിങ്ങൾ എൻ്റെ മുൻപിൽ വരുമ്പോഴത്തേക്കിനും ഒരൊറ്റ കാര്യം ഒന്ന് ചിന്തിച്ചുകൊണ്ട് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈശോ ദൈവപുത്രനാണ്, ലോകരക്ഷകനാണെന്നൊക്കെ പറഞ്ഞല്ലോ. ഈശോ നിങ്ങൾക്കാരാ? ഈശോ നിനക്കാരാണ്? സാറും ചിന്തിക്കാം, നിങ്ങളും ചിന്തിക്കുക. ഈശോ എനിക്കാരാണ്? ഈശോ നിനക്കാരാണ്? നമുക്ക് അതിനുള്ള ഉത്തരം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ പല ഉത്തരങ്ങൾ കാണാം. നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് ആലോചിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ക്ലാസ് നമുക്കിന്ന് അവസാനിപ്പിക്കാം. നമുക്കെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നമുക്ക് ഒരിക്കൽ കൂടെ എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമ്മുടെ ക്ലാസ്സിലായിരിക്കുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദൈവപുത്രനായ അങ്ങയുടെ സാന്നിധ്യം ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ദൈവമേ, അങ്ങ് അനുഗ്രഹിച്ച് കഴിവും മികവുമൊക്കെ ഉള്ളവർ, ഈ ലോകത്തിലുള്ള എല്ലാ തലത്തിലുമുള്ളവർ അങ്ങയെ രക്ഷകനായിട്ട് ഏറ്റുപറയുമ്പോൾ ഞങ്ങൾക്കും പൂർണ്ണ ബോധ്യത്തോടെ ദൈവപുത്രനായ അങ്ങയെ ഞങ്ങളെ രക്ഷകനായി ഏറ്റുപറയാനുള്ള കൃപ തരയണമേ. പരിശുദ്ധമേ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങളുടെ പിതാവ് മാർത്തോമാ ശ്ലീഹാ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.